ഹായ് ഫ്രണ്ട്സ്, മാളു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിൽ ഗ്യാരണ്ടി സ്കീം അഥവാ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന്റെ വിഹിതം വെട്ടിക്കുറയ്ക്കുമോ? ഇതിനുള്ള സാധ്യത ഉണ്ടെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിന്റെ മുന്നോടിയായി ഇന്ന് പാർലമെന്റിൽ വച്ച സാമ്പത്തിക സർവേ 2024 സൂചനകൾ. രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങൾക്ക് മിനിമം തൊഴിൽ ഉറപ്പാക്കൽ എന്നീ ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്ന പദ്ധതിയാണ് NGNR-EGS. എന്നാൽ ഓരോ സംസ്ഥാനത്തെയും ദാരിദ്ര്യത്തിന്റെയും തൊഴിലില്ലായ്മയുടെയും ആനുപാതത്തിലല്ല ഈ പദ്ധതിയിലെ ഫണ്ട് വിനിയോഗിക്കപ്പെടുന്നത് എന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. ധനമന്ത്രി അത് വ്യക്തമാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ കണക്കുകളാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ 2024 മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ പ്രകാരം മൊത്തം ഫണ്ടിന്റെ 15% തുകയാണ് തമിഴ്നാട്ടിൽ ചെലവിട്ടിരിക്കുന്നത്. എന്നാൽ രാജ്യത്തെ ദാരിദ്ര്യത്തിൽ 1% മാത്രമേ തമിഴ്നാട്ടിൽ ജീവിക്കുന്നുള്ളൂ. അതേപോലെ 0.1% താഴെ മാത്രം ദരിദ്രരുള്ള കേരളം തൊഴിലുറപ്പിൽ ചിലവിട്ടത് മൊത്തം തുകയുടെ 4%. ഈ രണ്ട് സംസ്ഥാനങ്ങളും ചേർന്ന് 51 കോടി തൊഴിൽ ദിനങ്ങൾ കഴിഞ്ഞ വർഷം സൃഷ്ടിക്കുകയും ചെയ്തു. അതേസമയം രാജ്യത്തെ ദരിദ്രരിൽ 45% പേർ ജീവിക്കുന്ന ബീഹാറും ഉത്തർപ്രദേശും ചേർന്ന് വിനിയോഗിച്ചിരിക്കുന്നത് രാജ്യത്തെ മൊത്തം ഫണ്ടിന്റെ 17%. ഈ രണ്ട് സംസ്ഥാനങ്ങളും ചേർന്ന് സൃഷ്ടിച്ചത് 53 കോടി തൊഴിൽ ദിനങ്ങളും. സാമ്പത്തിക സർവേയിൽ വ്യക്തമാക്കുന്ന ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് തൊഴിലുറപ്പ് പദ്ധതി ഫണ്ട് വിനിയോഗത്തിൽ കർശനമായ നിബന്ധനകൾ കൊണ്ടുവരാനുള്ള സാധ്യതയിലേക്കാണ്. അതായത് ഇവിടുത്തെ താഴെത്തട്ടിൽ സ്ത്രീകൾ അടക്കമുള്ളവർക്ക് വർഷത്തിൽ 100 തൊഴിൽ ദിനം ഉറപ്പാക്കുന്ന തൊഴിൽ ഉറപ്പ് പദ്ധതിയിൽ ലഭ്യമാക്കുന്ന തുകയിൽ വെട്ടിക്കുറയ്ക്കൽ വന്നാൽ അത്ഭുതപ്പെടാനില്ല. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക.